നമസ്കാരം. സംസ്ഥാനത്തെ 31 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF ഉജ്ജ്വൽ വിജയം നേടിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സമീപകാല ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയക്കുതിപ്പ് നിലനിർത്താനായി 13-ൽ നിന്ന് 17-ലേക്ക് UDF സീറ്റ് വിഹിതം ഉയർത്തി. പാലക്കാട്, തച്ചൻപാറ, തൃശൂർ, നാട്ടിക, ഇടുക്കി, കരിമണ്ണൂർ പഞ്ചായത്തുകളിലെ LDF ഭരണം UDF അവസാനിപ്പിച്ചുവെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. ഇടതുപക്ഷത്തെ ഞെട്ടിപ്പിക്കുന്നതാണ് ഫലം. ഇടതുമുന്നണി ഫലത്തോട് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. അതിശക്തമായ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് നിലനിൽക്കുന്നു എന്നതിന് തെളിവാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലവും. LDF-ൽ നിന്ന് 9 സീറ്റുകളാണ് UDF പിടിച്ചെടുത്തത്. 15 സീറ്റിൽ നിന്ന് 11-ലേക്കും LDF കൂപ്പുകുത്തി. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ തൃക്കലങ്ങോട് ഡിവിഷൻ കഴിഞ്ഞ തവണത്തേതിന്റെ 4 ഇരട്ടി ഭൂരിപക്ഷത്തിനാണ് UDF നിലനിർത്തിയത്. മഞ്ചേരി നഗരസഭയിലെ കരുവമ്പ്രം വാർഡ് 35 വർഷത്തിനു ശേഷം UDF പിടിച്ചെടുത്തു. കൊല്ലം ചടയമംഗലം പൂങ്കോട് വാർഡ് 2 പതിറ്റാണ്ടിനു ശേഷം UDF തിരിച്ചുപിടിച്ചു. പത്തനംതിട്ട ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 5 ഇടങ്ങളിലും 3 ഇടത്തും UDF വിജയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന് കനത്ത തിരിച്ചടിയാണ് ഈ ഫലം. കേരളത്തിൽ സർക്കാർ ഇല്ലായ്മയാണെന്ന പ്രതിപക്ഷവാദത്തിന് അടിവരയിടുന്നതാണ് ഉപതെരഞ്ഞെടുപ്പിലെ UDF-ന്റെ ഉജ്ജ്വല വിജയം. 2025-ലെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഈ വിജയം UDF-ന് കൂടുതൽ കരുത്തു പകരും. അഴിമതിയും സ്വജനപക്ഷപാതവും ജനവിരുദ്ധതയും നിറഞ്ഞ ഈ സർക്കാരിനെ ജനം തൂത്തെറിയും. ഇത് സാധാരണക്കാരായ പ്രവർത്തകരുടെയും നേതാക്കളുടെയും കൂട്ടായ്മയുടെ വിജയമാണ്. UDF വിജയത്തിനായി രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട സഹപ്രവർത്തകർക്കും വോട്ടർമാർക്കും ഹൃദയാഭിവാദ്യങ്ങൾ എന്നും സതീശൻ അറിയിച്ചു. സംസ്ഥാനത്തെ 31 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ UDF 17 സീറ്റുകളിലാണ് വിജയിച്ചത്. BJPക്ക് 3 സീറ്റുകളിലും വിജയിക്കാനായി. LDF 15, UDF 13, BJP 3 എന്നിങ്ങനെയായിരുന്നു. നാട്ടികയിൽ ഇതുവരെ LDF 5, UDF 5 എന്ന അവസ്ഥയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ UDF-ന് 6 സീറ്റ് ലഭിച്ചിരിക്കുകയാണ്. നാട്ടിക 9-ാം വാർഡാണ് ഇപ്പോൾ UDF തിരിച്ചുപിടിച്ചിരിക്കുന്നത്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ P. ബിനു 115 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സീറ്റ് സ്വന്തമാക്കിയത്. ഇടുക്കി കരിമണ്ണൂർ പഞ്ചായത്തിൽ പന്നൂർ വാർഡാണ് UDF പിടിച്ചെടുത്തത്. 127 വോട്ടുകൾക്കാണ് UDF-ലെ ദിലീപ് കുമാർ വാർഡ് പിടിച്ചെടുത്തത്. UDF-ലെ ഒരംഗം കൂറുമാറിയതിനെ തുടർന്നാണ് ഇവിടെ ഭരണം നഷ്ടമായത്. പാലക്കാട് തച്ചാമ്പാറയിൽ 7-7 എന്ന നിലയിലാണ് UDF-ഉം LDF-ഉം നിലനിന്നത്. ഇപ്പോഴത് UDF-ന് 8 സീറ്റായി മാറി. മലപ്പുറം മഞ്ചേരി നഗരസഭയിലെ കരുവമ്പ്രം വാർഡ് CPM-ൽ നിന്ന് കോൺഗ്രസ് പിടിച്ചെടുത്തു. 42 വർഷമായി CPM തുടർച്ചയായി ജയിക്കുന്ന വാർഡായിരുന്നു ഇത്. ഇവിടെ ഇരട്ട പദവിയുമായി ബന്ധപ്പെട്ട് LDF വാർഡ് മെമ്പറെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യയാക്കിയിരുന്നു. തുടർന്നാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നത്. എന്നാൽ മലപ്പുറത്തെ തന്നെ ആലങ്കോട് പഞ്ചായത്തിലെ പെരുമുക്ക് വാർഡ് കോൺഗ്രസിൽ നിന്ന് LDF പിടിച്ചെടുത്തു. ഇത് കോൺഗ്രസ് സ്ഥിരമായി ജയിച്ചിരുന്ന സീറ്റായിരുന്നു. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ തൃക്കലങ്ങോട് ഡിവിഷനിലും UDF മുന്നേറ്റമാണ്. ആലപ്പുഴ പത്തിയൂർ പഞ്ചായത്തിലെ 12-ാം വാർഡിലും UDF-നാണ് വിജയം. കോട്ടയം അതിരമ്പുഴ പഞ്ചായത്തിലെ 3-ാം വാർഡിൽ LDF-ആണ് വിജയിച്ചത്. കൊല്ലം പടിഞ്ഞാറേക്കല്ലട 5-ാം വാർഡും LDF പിടിച്ചെടുത്തു. കണ്ണൂർ കണിച്ചാർ പഞ്ചായത്ത് 6-ാം വാർഡും മാടായി 6-ാം വാർഡും LDF നിലനിർത്തി. പത്തനംതിട്ട എഴുമറ്റൂർ 5-ാം വാർഡിൽ BJP-ആണ് ജയിച്ചത്. ഇത് കോൺഗ്രസ് സ്ഥിരമായി വിജയിച്ചിരുന്ന സീറ്റ് കൂടിയായിരുന്നു. ഇതോടെ തൃശൂരിലെ നാട്ടിക, പാലക്കാട്ടെ തച്ചമ്പാറ, ഇടുക്കി, കരിമണ്ണൂർ എന്നീ പഞ്ചായത്തുകളിൽ LDF-ന് തുടർ ഭരണം നഷ്ടമാകും. 3 പഞ്ചായത്തുകളിലും UDF അട്ടിമറി വിജയം നേടി. ഫലം നൽകുന്നത് കേരളത്തിൽ ഭരണവിരുദ്ധ തരംഗമുണ്ടെന്ന് തന്നെയാണ്. ഈ സാഹചര്യത്തിൽ CPM കടുത്ത പരിശോധനകളിലേക്കും കടക്കും. അടുത്ത വർഷം സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കും. അതുകൊണ്ട് തന്നെ ഏറെ പ്രാധാന്യമുള്ളതാണ് ഈ ഫലങ്ങൾ.